പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 8-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ആമേൻ ആമേൻ. എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം പരിപാലിച്ചത്. കഴിഞ്ഞ പകൽക്കാലം നടന്ന സഭായോഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സഭയെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ കർത്താവ് സൂക്ഷിച്ചു. എല്ലായിടത്തും കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. എല്ലാത്തിനായിട്ടും നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതിയതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് കൂടെ ഇരുന്നതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. രാത്രികാലം നല്ല ഉറക്കം തന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവ് ഞങ്ങളെ ഉണർത്തിയത്. ഉറക്കം തന്നത് കർത്താവ്, ഉണർത്തിയതിന് കർത്താവാകിയാൽ സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. കർത്താവെ, നന്ദിയോടെ 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 സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലവും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. തിരുരക്തം ഞങ്ങൾക്ക് മറവായിരുന്നു. ഞങ്ങളെ കാവൽ ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് പകൽക്കാലം കാവലായി നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഒരനർത്ഥം ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ അടുത്തു വരാതെ ഞങ്ങളുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ അങ്ങ് ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള കരുണയെ ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസാദം ജീവപര്യന്തം ഞങ്ങളുടെ മേൽ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സങ്കീർത്തനക്കാരൻ 43-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ 4-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. 5-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. കർത്താവിൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. നമുക്ക് സന്തോഷത്തോടെ ഒന്നുകൂടെ കർത്താവിന് നന്ദി പറയാം. കർത്താവ് ചെയ്ത സകല നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ഇതുവരെ പുലർത്തിയ വിധങ്ങൾക്കൊക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിപാലിച്ചതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തല്ലോ, അതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ശത്രുവിൻ്റെതായ സകല പദ്ധതികളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. കർത്താവേ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ ഭവനങ്ങൾക്കകത്തു നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തിറങ്ങി പോകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യവും ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ഭവനങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സൈനസിൻ്റെ ബുദ്ധിമുട്ടിനാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാലൻസിൻ്റെ പ്രോബ്ലം, ചെവിയിലെ ഫ്ലൂയിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ബാലൻസ് പ്രോബ്ലം അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ ഡൈജഷൻ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പരിപൂർണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് കർത്താവ് ജോലി കൊടുക്കണം. സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ലോകത്തെമ്പാടും ആയിരക്കണക്കിന് അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാർ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയാം കുടുംബത്തെ ലോകവ്യാപകമായി അങ്ങ് പരിപാലിക്കുന്നതിന് സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും, കർത്താവ് അനുവദിച്ചാൽ. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ. ഈ പകൽക്കാലം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മറ്റുള്ളവരോട് നിങ്ങൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയണം. എന്നിട്ട് വൈകിട്ട് തക്ക സമയത്ത് അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് കർത്താവിൻ്റെ നമ്മളോട് കൂടെ വസിക്കുന്ന ആ സാന്നിധ്യം ഒരിക്കലും മാറിപ്പോകുന്നില്ല. നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാലും, പത്മോസിൻ്റെ അനുഭവത്തിലാണെന്ന് പറഞ്ഞാലും, ആമേൻ, ആമേൻ, ഏത് അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും ഓർത്താട്ടെ, കർത്താവിൻ്റെ പ്രസൻസ് നമ്മളോട് കൂടെ എപ്പോഴുമുണ്ട്. അതാ കർത്താവ് വാക്ക് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അതായത് ഒരു ദിവസം പോലും മാറ്റമില്ലാതെ, ഒരു സെക്കൻഡ് പോലും അതിന് വ്യത്യാസം വരുന്നില്ല. ഒരു മണിക്കൂറിനോ ഒരു സെക്കൻഡിനോ ഒന്നിനും വ്യത്യാസമില്ലാതെ കർത്താവിൻ്റെ ആ ആമേൻ അബൈഡിങ് പ്രസൻസ് ഒരിക്കലും നമ്മളെ വിട്ടുമാറുന്നില്ല. എപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആമേൻ, കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷകനായവൻ, നമ്മുടെ കർത്താവായവൻ എപ്പോഴും ഉണ്ട്. അത് ലോകത്തിൻ്റെ അന്ത്യം വരെയും ആമേൻ നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മളെ വിട്ടുമാറുന്നില്ല. അതാ പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ലെന്ന് എബ്രായർ 13:5 പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആ പ്രസൻസാണ്. അതിനെ നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും പറയണം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. എത്ര പേർക്ക് കൈ ഉയർത്തി എന്ന് പറയാൻ പറ്റും? കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം എന്നെ വിട്ടുമാറാതെ എന്നോട് കൂടെയുള്ളതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പം ചിലർ പറയും, എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നിങ്ങളോടൊപ്പം ഉണ്ട്. ആമേൻ. ചിലപ്പം കാർമേഘമൊക്കെ മൂടിക്കിടക്കുമ്പോൾ സൂര്യൻ നമ്മൾ പറയത്തില്ല, ഇന്ന് സൂര്യനെ കണ്ടില്ല എന്ന് പറയും. പക്ഷേ സൂര്യനെ കണ്ടില്ല എന്ന് പറഞ്ഞാലും കണ്ടെന്ന് പറഞ്ഞാലും സൂര്യൻ എപ്പോഴും സൂര്യനായിട്ട് തന്നെ അവിടെ ഉണ്ട്. പക്ഷെ കാർമേഘം മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യപ്രകാശം അനുഭവിക്കാൻ കഴിയാത്തത്. ഇതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും കർത്താവിനെ മറന്നു പോവുക. നമ്മൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലാകുമ്പോൾ നമ്മൾ കർത്താവെന്നുള്ള ചിന്ത തന്നെ നമ്മൾ വിട്ടുപോകുന്നു. പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മളെ വിട്ടുമാറുന്നില്ല. അപ്പോൾ ചോദിക്കും, എങ്ങനെ ദൈവസാന്നിധ്യം എപ്പോഴും അനുഭവിക്കാം? എപ്പോഴും ആ ഒരു ബോധ്യം വേണം. ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തിയിട്ട് കൈകളെ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, സ്തോത്രം. എനിക്ക് സ്വസ്ഥത തരുന്ന ദൈവസാന്നിധ്യം, എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവസാന്നിധ്യം, എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവസാന്നിധ്യം, ഹല്ലേലൂയ, എൻ്റെ കൂടെ ഉള്ളതിന് സ്തോത്രം എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും. കാരണം ഇല്ലാത്തതല്ലല്ലോ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. എപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും ആ ദൈവിക നിറവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതെല്ലാം ദൈവം തന്ന വാഗ്ദത്തമാണ്. അപ്പോൾ ഈ വാഗ്ദത്തത്തിൽ കർത്താവ് മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുന്ന ദൈവവേദനയിലെ അവൻ്റെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ദൈവ സാന്നിധ്യത്തെ പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കകത്തിരുന്നും ഓഫീസിലിരുന്നും ഒക്കെ പറ, കർത്താവേ താങ്ക് യു, അങ്ങയുടെ പ്രസൻസ് എൻ്റെ കൂടെ ഉള്ളതിന് നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്നെ മൂടിയിരിക്കുന്നതിന് നന്ദി എന്ന് പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.